ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റ് റൂറൽ വൈബ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ, റൂറൽ വൈബ്സ്. ആദ്യം തന്നെ യൂണിറ്റ് 5 റൂറൽ വൈബ്സിൽ നമുക്കൊരു ഗ്രാമീണ കാഴ്ചയുടെ ചിത്രമാണ് അല്ലേ തന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. വിൽ ഡ്യൂറൻറ്റിൻ്റെ ആണ്. അപ്പോൾ റൂറൽ വൈബ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ സ്പന്ദനങ്ങൾ എന്നാണ് മലയാളം. അതേപോലെ ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ ആദ്യ രൂപം കൃഷിയാണ്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ ഇതിൽ എന്താണ് കാണുന്നത്? ഈ പിക്ചറിൽ ഒരു വീട്, ഒരു തെങ്ങ് അല്ലേ, അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. ഇൻ ദ പിക്ചർ ദർ ഇസ് എ സ്മോൾ ബ്ലൂ ഹൗസ് വിത്ത് എ ഫ്ലാറ്റ് റൂഫ് സിറ്റുവേറ്റഡ് ഓൺ ബാരൻ ലാൻഡ്. ദർ ഇസ് എ ടോൾ കോക്കനട്ട് ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ദ സറൗണ്ടിങ് ഏരിയ ഇസ് ഡ്രൈ വിത്ത് സം വെജിറ്റേഷൻ ഇൻക്ലൂഡിംഗ് എ ഫ്യൂ സ്മോൾ ബുഷസ് ആൻഡ് റോക്സ് സ്കാറ്റേർഡ് അറൗണ്ട്. ദ സ്കൈ ഈസ് ക്ലിയർ വിത്ത് എ ഫ്യൂ ക്ലൗഡ്സ്. അപ്പോൾ കാണുന്നതൊക്കെ നമ്മൾ എഴുതി. നെക്സ്റ്റ്, ഡു യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? അപ്പോൾ ആ ബാരൻ ലാൻഡ് ഡോണ്ട് യു സീ എന്നാണ്. ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? യെസ്, ദ ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ തരിശു നിലം കേട്ടോ. ബാരൻ ലാൻഡ് കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. യെസ്, ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ് ഈസ് ക്ലിയർലി വിസിബിൾ. അടുത്തത്, ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? ഇതുപോലുള്ള പ്ലോട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് സീൻ സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ മൈ ഹൗസ്. ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? ഇങ്ങനെ കിടക്കുന്ന തരിശു നിലങ്ങളെ നമ്മൾക്ക് എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആക്കാൻ ഉപയോഗപ്പെടുത്താം? We can make such places useful by planting trees, vegetables and fruits. We can also set up a rainwater harvesting system to collect and store rainwater for irrigation. നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ അതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാം അല്ലേ. അതുപോലെ മഴ വെള്ള സംഭരണികൾ ഉണ്ടാക്കാം, റെയിൻ വാട്ടർ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. Cultivating the land would be a welcome step. What are the crops cultivated in your locality? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ഇൻ മൈ ലൊക്കാലിറ്റി ക്രോപ്സ് സച്ച് എസ് റൈസ്, പീസ്, വെജിറ്റബിൾസ്, പ്ലാന്റൈൻ ആൻഡ് കോക്കനട്ട് ആർ കൾട്ടിവേറ്റഡ്. അതുപോലെ നെല്ല്, പയറ്, വെജിറ്റബിൾസ്, അതുപോലെ പ്ലാന്റൈൻ, ടീ, കോഫി അങ്ങനെയുള്ളതൊക്കെ പ്ലാന്റൈൻ ക്രോപ്സ് ആണ്. പിന്നെ കോക്കനട്ട്, തെങ്ങ്, ഇതെല്ലാമാണ് ഞങ്ങളുടെ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ പാറു ഹൂ ലവ്ഡ് ദ പാഡി ഫീൽഡ്സ്. അപ്പോൾ നെൽപ്പാടങ്ങളെ സ്നേഹിച്ച പാറു എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. സീഡ് ആൻഡ് സോയിൽ. സീഡ് എന്ന് പറഞ്ഞ വിത്ത്, സോയിൽ പറഞ്ഞ മണ്ണ്. നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മുടെ സ്റ്റോറി തുടങ്ങുമ്പോൾ ഹെർ നെയിം വാസ് പാർവതി. അപ്പോൾ ഈ പാറു എന്ന് വിളിക്കുന്ന കുട്ടറ ശരിക്കുള്ള പേര് പാർവതി. ഹെർ ഫോക്സ് ആൻഡ് നൈബേഴ്സ് കോൾഡ് ഹെർ പാറു. അവളുടെ നാട്ടുകാരും നൈബേഴ്സും ഒക്കെ അവളെ പാറു എന്ന് വിളിച്ചു. ദർ വെർ പാഡി ഫീൽഡ്സ് ഓൾ അറൗണ്ട് ഹർ ഹൗസ്. ഷീ ലവ്ഡ് ദ ഫീൽഡ്സ്, ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. അവളുടെ വീടിനു ചുറ്റും നെൽപ്പാടം ഉണ്ടായിരുന്നു. അവൾക്ക് പാടവും മരങ്ങളും ചെടികളും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷീ ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദ ലിവിങ് തിങ്സ് അറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അവൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കെയർ ചെയ്തിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റെയർ ഡിസീസ് ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുമ്പ് പാറുവിൻ്റെ അമ്മ ഒരു രോഗം വന്ന് മരിച്ചു. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. പാറുവിനെ അവളുടെ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷി ഓഫൻ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹർ മദർ, നേച്ചർ ഈസ് അവർ മദർ. പക്ഷെ അമ്മ പറഞ്ഞ വാക്കുകൾ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. നേച്ചർ ഈസ് അവർ മദർ. നേച്ചർ, പ്രകൃതി നമ്മളുടെ അമ്മയാണെന്ന് അല്ലേ. പാറുസ് ഫാദർ വുഡ് ബി ഓഫൻ കൺസോൾ ഹെർ, നെവർ തിങ്ക് അമ്മാസ് ഗോൺ. പാറുവിൻ്റെ അച്ഛൻ എപ്പോഴും അവളെ സമാധാനിപ്പിക്കുമായിരുന്നു, അമ്മ പോയി എന്ന് വിചാരിക്കരുത്. ഷീസ് വിത്ത് us, അവർ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ, അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. പാറുസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹർ ഷിയർഫുൾ. പിന്നെ പാറുവിൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ട്, പാറുവിനെ ഹാപ്പി ആക്കി വയ്ക്കാൻ അവരെ കൊണ്ടാവുന്ന എല്ലാം ചെയ്യുമായിരുന്നു. ഷീ ഫോളോഡ് ഹർ ലൈക്ക് എ ഷാഡോ. അപ്പോൾ അവളൊരു ഷാഡോ പോലെയാണ് ആ അമ്മ, ഗ്രാൻഡ് മദറും അവളും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഒരു നിഴൽ പോലെ അമ്മമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മമ്മയെ അവളും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യണത് കേട്ടോ. പാറു ലവ്ഡ് ഹർ ഗ്രാൻഡ് മദർ വെരി മച്ച്. ഷീ കോൾഡ് ഹർ എച്ചു അമ്മ. അപ്പോൾ എച്ചു അമ്മ എന്നാണ് അവൾ ഗ്രാൻഡ് മദറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. സോ അവിടെ ഒരു ചോദ്യമുണ്ട്. നെവർ തിങ്ക് അമ്മാസ് ഗോൺ, ഷീസ് വിത്ത് us. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? അമ്മ പോയി എന്ന് നീ തിങ്ക് ചെയ്യരുത്, നമ്മുടെ കൂടെ അമ്മയുണ്ട്. എന്തുകൊണ്ടാണ് പാറുവിൻ്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞതെന്നാണ് കേട്ടോ.
Answer. Paru's mother had died of a rare disease years ago. Paru's mother used to say that nature was everyone's mother. Paru's father said, never think Amma's gone, she is with us. To comfort Paru and to help her feel connected to her mother. അപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അടുത്ത പേജിൽ വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെന്റ് ഓൺ എ ജേർണി ഫാർ അവേ. ഒരു ദിവസം പാറുവിൻ്റെ അച്ഛൻ ഒരു യാത്ര പോയി കുറച്ച് ദൂരെ. ടുഡേ ഐ ഷോഡ് ഗോ വിത്ത് ഗ്രാൻഡ്മ ടു ദ ഫീൽഡ്സ്, പാറു സെഡ് ടു ഹെർസെൽഫ്. അപ്പോൾ പാറു വിചാരിക്കുകയാണ് ഇന്ന് അമ്മമ്മയുടെ കൂടെ എവിടെ പോകണം, നെൽപ്പാടത്തിലേക്ക് പോകണം. ഷി അപ്രോച്ച്ഡ് ഹർ ഗ്രാൻഡ്മ. ഏച്ചുഅമ്മ വാസ് സിറ്റിംഗ് ഓൺ ദ വരാണ്ട. അങ്ങനെ അമ്മമ്മേൻ്റെ അടുത്തെത്തി, ഗ്രാൻഡ്മേൻ്റെ അടുത്തെത്തി. അപ്പോൾ അവർ വരാണ്ടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ് ടുഡേ, നമുക്ക് എന്തുകൊണ്ട് ഇന്ന് പാടത്ത് പൊക്കൂടാ? പാറു ആസ്ക്ഡ്. ഷുവർ, ലെറ്റ്സ് ഗോ, ഏച്ചുഅമ്മ റിപ്ലൈഡ്. വിതൗട്ട് അനദർ വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവാർഡ്സ് ദ ഫീൽഡ്. പോകാലോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും കൂടി ഫീൽഡിലേക്ക് നടന്നു. They stood at the edge of the field and looked out at the vast stretch of paddy fields. അവർ പാടത്തിൻ്റെ വരമ്പിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പടർന്ന് കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ പാടം. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. ചെളിവെള്ളമൊക്കെ ഉണ്ട്. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. അപ്പോൾ എന്താണ്, ചെറിയ കാറ്റടിക്കുന്ന സമയത്ത് അലകൾ, ആ മഡി വാട്ടറിൽ റിപ്പിൾസ് വരും, അലകൾ വരുമായിരുന്നു. ദ എയർ വാസ് അലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ്. എ റോ ഓഫ് മെൻ ആൻഡ് വിമൺ വർ പ്ലാന്റിങ് ദ പാഡി സീഡ്ലിങ്സ്. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കർഷകരാണ് അവർ, നിന്നിട്ട് പാടത്ത് പണിയെടുക്കണവർ കേട്ടോ. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നെല്ലിൻ്റെ ചെടി ഇങ്ങനെ കുത്തി വെക്കണം കണ്ടിട്ടില്ലേ നിങ്ങൾ, അത് ചെയ്യുന്നുണ്ടായിരുന്നു. ദിവർ ഹമ്മിങ് ആൻഡ് ഓൾഡ് ഫോക്ക് സോങ്. അപ്പോൾ അവരൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു, നാടൻ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഗ്രാൻഡ്മ, ലെറ്റ്സ് ജോയിൻ ദം സെഡ് പാറു. നമുക്ക് അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യാം ഗ്രാൻഡ്മ. പാറു ഹെൽഡ് ഗ്രാൻഡ്മാസ് ഹാൻഡ് ലവിംഗ്ലി ആസ് ദേ വെന്റ് ഡൗൺ ഇൻ ടു ദ ഫീൽഡ്. അങ്ങനെ അവർ രണ്ടാളും കൂടി കൈപിടിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങാണ്. ചോദ്യം, പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്, വാട്ട് കുഡ് ബി ദ റീസൺ? പാറുവിന് ഏകാന്തത അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, എന്തായിരുന്നു അതിന് കാരണം? ആൻസർ. പാറൂസ് ഗ്രാൻഡ് മദർ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് മേക്ക് ഹർ ഷിയർഫുൾ. ഷീ ഫോളോഡ് ഹർ ലൈക്ക് എ ഷാഡോ. സോ പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. അവളുടെ ഗ്രാൻഡ് മദർ അവളെ ഒരു നിഴല് പോലെ പിന്തുടർന്ന് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് അവൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാത്തത്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് 2 sentences ഫ്രം ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫീൽഡ്. അപ്പോൾ പാടത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 സെൻറ്റൻസസ് എഴുതാനാണ്. അതിൻ്റെ ആൻസർ, ദേ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫീൽഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് പാഡി ഫീൽഡ്സ്. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. അടുത്തത്, they joined the farmers in planting the seedlings. The farmers were happy to see them. They began to do the work with added enthusiasm. Now Paru looked at grandmother. She noticed that Echu Amma was tired. അങ്ങനെ ഇവർ പോയി ആ കർഷകരെ പ്ലാന്റ് ചെയ്തുകൊണ്ടിരുന്ന പാടത്ത് ഞാറ് നട്ടുകൊണ്ടിരുന്ന ആ കൃഷിക്കാരുടെ കൂടെ പോയിട്ട്, പണിക്കാരുടെ കൂടെ പോയി ജോയിൻ ചെയ്തു. ഇവരെ കണ്ടിട്ട് ഫാമേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് പാറു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഗ്രാൻഡ് മദർ ടയേർഡ് ആയിരിക്കുന്നു. ദ ഗേൾ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ കുഡ് ഫെച്ച് എൻ അംബ്രല്ല. അപ്പോൾ പാറു ചോദിക്കും, ഞാൻ കുട പിടിച്ച് തരട്ടെ. ഒരു ചിരിയോട് കൂടിയിട്ട് ഗ്രാൻഡ് മദർ അത് വേണ്ട പറയും. പാറു ഹെൽഡ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഫ്രെയിൽ ഹാൻഡ് ടൈറ്റ് ആസ് ദേ വാക്ക്ഡ് ത്രൂ ദ ഫീൽഡ്. അപ്പോൾ കൈ മുറുകെ പിടിച്ചു പാറു ഗ്രാൻഡ്മയുടെ. ദ സൺ വാസ് ഗെറ്റിംഗ് ഹോട്ട്. അപ്പോൾ സൂര്യൻ നല്ല ചൂട് പിടിച്ച് വരുന്നു. എച്ചുഅമ്മ നോട്ടീസ്ഡ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. അപ്പോൾ എച്ചുഅമ്മ നോക്കുമ്പോൾ പാറു ഇങ്ങനെ വേർത്തൊലിക്കുന്നു. ഇപ്പോൾ പറയും, ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് എ കോൾഡ്. ഇങ്ങനെ വെയിലത്ത് നിന്നാൽ നിനക്ക് ജലദോഷം വരുമെന്ന് പറയും. യു നോ ഐ എം യൂസ്ഡ് ടു ദിസ് ഹീറ്റ്. നിനക്കറിയാലോ എനിക്ക് ഈ ചൂടൊക്കെ ശീലമാണ്. ഗ്രാൻഡ് മദർ പറയുകയാണ് കേട്ടോ. അപ്പം എനിക്ക് പ്രശ്നമില്ല, നിനക്ക് ഈ ചൂടത്തും വെയിലത്തും നിന്ന് ശീലമില്ലല്ലോ, അപ്പം നിനക്ക് കോൾഡ് വരും. ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. നോ ഐ വാണ്ട് ടു ബി വിത്ത് യു. പറ്റില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പാറു റിപ്ലൈഡ്. ഓ വാട്ട് എ നോട്ടി ഗേൾ, യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്, ഗ്രാൻഡ്മ വിസ്പേർഡ് ലവിംഗ്ലി. ദേ കണ്ടിന്യൂ ടു വാക്ക്. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ആയി, എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ തന്നെ പറയാതെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ പറയും. എന്നിട്ട് അവരുടെ നടത്തം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം നമ്മുടെ ചോദ്യം, വൈ വർ ദ ഫാമേഴ്സ് ഹാപ്പി? മീനിങ് ആണ് കേട്ടോ മേലെ എഴുതി കാണിക്കുന്നത്. എന്തൂസിയാസം ഉത്സാഹം, ഫ്രെയിൽ ദുർബലമായ. ഇനി ഈ പറഞ്ഞതിൻ്റെ ആൻസർ ആണ്, വൈ വർ ദ ഫാമേഴ്സ് ഹാപ്പി? ദ ഫാമേഴ്സ് വർ ഹാപ്പി ബിക്കോസ് പാറു ആൻഡ് ഹർ ഗ്രാൻഡ് മദർ ജോയിൻഡ് ദം ഇൻ പ്ലാന്റിംഗ് ദ സീഡ്ലിങ്സ്. ദെയർ പ്രസൻസ് ബ്രോഡ് ജോയ് ആൻഡ് ആഡഡ് enthusiasm to the farmers' work.
Standing in the hot sun, Echu Amma talked about farmers and their methods of farming. അപ്പോൾ ആ ഒരു വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ എച്ചു അമ്മ പറയുന്നത് കൃഷിക്കാരും അവരുടെ ഈ ഫാമിംഗ് മെത്തേഡ്സും കൃഷി ചെയ്യുന്ന രീതികളെയും കുറിച്ച് പറയുകയാണ്. ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാമേഴ്സ് ആർ ടു us? നിനക്കറിയാമോ ഈ കർഷകർ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന്? their hearts are filled with love. അവരുടെ ഹൃദയത്തിലെല്ലാം സ്നേഹമാണ്. എച്ചു അമ്മ പറയും. You know, fallen flowers, leaves and dead insects decay in the soil. നിനക്കറിയാമോ പൊഴിഞ്ഞു വീഴുന്ന പൂക്കളും ഇലകളും അതുപോലെ തന്നെ ചത്ത ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതെല്ലാം നമ്മുടെ മണ്ണിൽ തന്നെ ഡീകമ്പോസ് ആവില്ലേ, മണ്ണിൽ അലിഞ്ഞു ചേരും. ഇറ്റ് ഈസ് ഗുഡ് മാനൂർ ഫോർ പ്ലാന്റ്സ്. അതെല്ലാം നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ്. ഷീ ആഡഡ്. ഷീ ബിക്കേം സൈലന്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. കുറച്ച് നേരത്തേക്ക് മിണ്ടാതെ നിന്നുകൊണ്ട് വീണ്ടും എച്ചു അമ്മ തുടരും, പറയാൻ തുടങ്ങാണ്. The paddy fields are gradually disappearing these days. നെൽപ്പാടങ്ങൾ എല്ലാം ഇന്ന് കാലത്ത് ഡിസപ്പിയർ ആണ്, കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? എല്ലാവരും നെൽപ്പാടങ്ങളൊക്കെ നികത്തി വലിയ വലിയ ബിൽഡിങ്ങുകളും വീടുകളും ഷോപ്പിംഗ് മോളുകളൊക്കെ പണിയാണ് അല്ലേ. ഷീ സെഡ് വിത്ത് എ സൈ. She took a bunch of paddy plants and held it close to her chest. അപ്പോൾ ഒരു കെട്ട് നെൽച്ചെടി എടുത്തിട്ട് അവരിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും, നെഞ്ഞത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലോഡിയസ് ഫോക്ക് സോങ്. അങ്ങനെ ഒരു നാടൻ പാട്ട് പാടാൻ തുടങ്ങും. വാട്ട് ഈസ് ഗുഡ് മാന്യൂർ ഫോർ പ്ലാന്റ്സിൻ്റെ ആൻസർ ആണ് ദ ഫോളൻ ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് ഡീകേ ഇൻ ദ സോയിൽ പ്രൊവൈഡിങ് ഗുഡ് മാന്യൂർ ഫോർ പ്ലാന്റ്സ്. The sweet melody echoed in the field. അപ്പോൾ അവർ പാടിയ പാട്ടിൻ്റെ എക്കോ വന്നു ആ പാടത്ത്. പാറു വാസ് വെരി മച്ച് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സോങ്. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹർ ഫാദർ. അപ്പോൾ പാറു ആ പാട്ടിൽ ഇങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അച്ഛനെ കുറിച്ച് ഓർമ്മ വന്നത്. ഷീ ലുക്ക്ഡ് ബാക്ക് ടുവാർഡ്സ് ഹർ ഹോം വണ്ടറിങ് ഇഫ് ഹർ ഫാദർ ഹാഡ് റിട്ടേൺ. പെട്ടെന്ന് അവൾ വീട്ടിലോട്ട് നോക്കി തിരിഞ്ഞ്, എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടാവോ. ഷീ ന്യൂ വെരി വെൽ ദാറ്റ് ഹി വുഡൻറ്റ് അലോ ഹിസ് ഓൾഡ് മദർ ടു സ്റ്റാൻഡ് ഫോർ സോ ലോങ് ഇൻ ദ സൺ. അപ്പോൾ അവൾക്ക് അറിയായിരുന്നു അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ ഈ ഗ്രാൻഡ് മദറിനെ വെയിലത്ത് ഇങ്ങനെ വിടില്ല, വെയിലത്ത് ഒരുപാട് നിൽക്കാനും സമ്മതിക്കില്ല. എച്ചു അമ്മ വാസ് 68, കാരണം ഗ്രാൻഡ് മദർ 68 വയസ്സായി. ബട്ട് ഹർ സ്പിരിറ്റ്സ് റിമൈൻ സ്ട്രോങ്. പക്ഷെ അവരുടെ ആ ഒരു സ്പിരിറ്റ് ഇപ്പോഴും അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. എച്ചു അമ്മ വാസ് എഗൈൻ ബിസി വിത്ത് ദ വർക്ക്. സൂൺ ഷീ ഫെൽറ്റ് എ ജെന്റിൽ ടച്ച് ഓൺ ഹർ ഷോൾഡർ. അപ്പോൾ ഇവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ തോളത്ത് ആരോ വന്നിങ്ങനെ തൊടും. അതാരായിരുന്നു? പാറുവിൻ്റെ അച്ഛൻ. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. ഹി ജെന്റ്ലി ഹെൽഡ് ഹർ ഹാൻഡ് ആൻഡ് സെഡ്. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ പറയും, അമ്മയുടെ കൈ പിടിച്ചിട്ട് പറയും, അമ്മ ഇറ്റ്സ് ഗെറ്റിംഗ് വെരി ഹോട്ട്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. അപ്പോൾ പറയും വളരെയധികം ചൂടാണ് ഇവിടെ, കുറേ നേരം ഈ വെയിലത്ത് നിന്നാൽ നിങ്ങൾ എക്സോസ്റ്റഡ് ആവും, വളരെയധികം ടയേർഡ് ആവും, തളർന്നു പോവും, നമുക്ക് വീട്ടിലോട്ട് പോവാം. ബട്ട് എച്ചു അമ്മ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ ടെൻഡർ സ്മൈൽ ആൻഡ് റിപ്ലൈഡ്. എച്ചു അമ്മ മകനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ദ ഫാം ഇസ് മൈ ഹോം ഡിയർ, ഐ എം ക്വൈറ്റ് ഫൈൻ ഹിയർ. ഇതാണ് എൻ്റെ വീട് മകനെ, എനിക്കിവിടെ ഓക്കെ ആണെന്ന് പറയും. എക്സോസ്റ്റഡ്, തളർന്നു എന്നാണ് കേട്ടോ. അപ്പം നമുക്കുള്ള ചോദ്യം, ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹർ ഹോം, വൈ ഡിഡ് ഷീ സേ സോ? ഗ്രാൻഡ് മദർ പറയുന്നുണ്ട് ഈ കാണുന്ന ഫാമാണ് എൻ്റെ വീട്, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണേ? ആൻസർ, ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹർ ഹോം ബിക്കോസ് ഷീ ഹാഡ് എ ഡീപ് കണക്ഷൻ ടു ദ ഫാം ആൻഡ് ഫെൽറ്റ് എ സ്ട്രോങ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ദർ. A farm was not just a place of work for her, it was a place where she felt at peace and truly at home. The day's experience moved Paru deeply. She had learned many things. അന്നത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് പാറുവിന് ഭയങ്കര ഡീപ്പായിട്ട് കണക്റ്റ് ആയി. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ അണ്ടർസ്റ്റുഡ് ദ ന്യൂ വേസ് ഓഫ് ഫാമിംഗ്. പുതിയ ഫാമിംഗ് മെത്തേഡ് പഠിച്ചു. ഷീ ബിക്കേം അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ്. അതായത് നമ്മുടെ കർഷകരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവൾ കുറച്ചുകൂടി ബോധവതിയായി. ഷീ ഫെൽറ്റ് ദി വാംത്ത് ഓഫ് ദ മദർ എർത്ത് ബെനീത്ത് ഹർ ഫീറ്റ്. അവൾക്ക് നമ്മുടെ മദർ എർത്ത്, ഭൂമി എന്ന മാതാവ് അല്ലേ, നമ്മുടെ കാൽ ചുവട്ടിലുള്ള ഭൂമിൻ്റെ ആ ഒരു വാംത്ത് അവൾ ഫീൽ ചെയ്തു. ഫോർ എ മൊമെന്റ് ഷീ തോട്ട് ഓഫ് ഹർ മദർ. ഒരു നിമിഷത്തേക്ക് അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഷീ ഫെൽറ്റ് ഹർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹർ. അവളുടെ അരികിൽ അവളുടെ അമ്മേൻ്റെ പ്രസൻസ് അറിയാണ്, അനുഭവിക്കുകയാണ്. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ ദ മദേഴ്സ് ലാപ്പ്. അപ്പോൾ അവൾ ആ നിലത്ത് കിടക്കുകയാണ്, നമ്മുടെ മടിയിൽ കിടക്കുന്ന പോലെ, നമ്മുടെ മടിയിൽ ഒരു കുട്ടി കിടക്കുന്ന പോലെ അവൾ ആ ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ആ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദി സ്റ്റോറി. ഈ സ്റ്റോറിക്ക് വേറൊരു ടൈറ്റിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം. എന്താണ്? ദ ഫീൽഡ് ഓഫ് മെമ്മറീസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ കഥ. നല്ല അടിപൊളി കഥയാണ് അല്ലേ. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിലായിരിക്കും നമ്മളിതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ കെ പി സുധീരയാണ് ഇതിൻ്റെ ഓതർ.
അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.